നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഇടച്ചിറക്ക നീ സസ്പെൻസ് കളഞ്ഞല്ലോ. എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫിൻലൻഡിലാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം. സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സ്നോ ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എക്സൈറ്റഡ് ആണോ? മാത്രം എക്സൈറ്റഡ് ആണോ? കേട്ടോ ഫസ്റ്റ് വ്യൂ വരുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എയർപോർട്ടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇതേ ചേട്ടാ, ഇത് കണ്ടോ? സ്നോഫ്ലേക്കിന്റെ അതേ ഷേപ്പാണ്. നോക്ക് 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 നോക്ക്. കാനഡയിലൊക്കെ ജീവിക്കണവരെ സമ്മതിക്കണമല്ലേ. എന്നും രാവിലെ എണീറ്റിട്ട് ഇത് തന്നെയായിരിക്കില്ലേ പണി. ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന കുഞ്ഞു വീട്. നല്ല രസമുള്ള വീട്. നമ്മുടെ കാറ് നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കേറുമ്പോ തന്നെ അതെ എടാ, ഇവിടെ സ്നോയുടെ ഇത് കളിക്കുന്ന സാധനം ഉണ്ടടാ. ആ സ്നോ മാറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളിക്കാം. എന്നിട്ട് നമ്മള് എന്നിട്ട് വാതില് തുറന്ന് ഇങ്ങനെ വരുമ്പം നമുക്ക് നേരെ ഇങ്ങനെ ഈ ഷൂസൊക്കെ ഇടുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിനുശേഷം നേരെ നമുക്ക് ലിവിങ് റൂമിലോട്ട് പോവാം. നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്മസ് ട്രീ ഡെക്കോർ. ഇപ്പൊ ക്രിസ്മസിന്റെ ടൈമല്ലേ, അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ് ട്രീയും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. മാറിക്ക് നോക്കട്ടെ. സൂപ്പർ. ഇവിടെ തന്നെ നിക്കാലോ. നമുക്ക് വേറെ സ്കീ ചെയ്യാൻ വേറെ എവിടെയും പോണ്ട ആവശ്യമില്ലല്ലോ അല്ലേ മാത്തോ? എന്നാ വലുതല്ലേ നമ്മളുടെ ജർമ്മനിയിലെ കിച്ചണിനേക്കാളൊക്കെ എന്ത് വലുതാണല്ലേ. ഫ്രിഡ്ജ് എന്നാ വലുതാ. അടച്ചോ അടച്ചോ. നിക്ക് പിന്നെ എന്തൊക്കെയുണ്ട് മാത്തോ, ഒന്ന് കാണിച്ചു തന്നെ. പിന്നെ ഇതുണ്ട്, റൈറ്റ് ദേർ ഓവൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇന്നുവിന്റെ മാത്തുവിന്റെ റൂമിലേക്ക് പോവാം. ലൈറ്റ് ഇട്ടേ. ഞാൻ ഈ ബെഡും ഈ റൂം ഈ വ്യൂ. മാത്തു എവിടെ കിടക്കണേ? ആണോ? ഓക്കെ. പിന്നെ മെയിൻ ഇവിടെ ബാത്റൂം, പിന്നെ അടുത്ത സോന ഉണ്ടല്ലേ, സോന ഇതുണ്ട്. പിന്നെ ഇവിടെ സോന ഉണ്ട്. പക്ഷെ ഇതെന്ത് കുഞ്ഞു അല്ല, സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് കയറി ഇങ്ങനെ പുഴുങ്ങി എടുക്കും നമ്മളെ. അതാണ് സോന. പുഴുങ്ങി എന്ന് പറഞ്ഞ ഓവനിൽ വെച്ചോണ്ടിരിക്കും. അത് കൂളല്ല. എന്നാടാ? അയ്യോ, ഇയാൾ ഇവിടെയാണോ താമസിക്കണേ? ഇതിന്റെ ഓണർ തൊട്ടിപ്പുറത്തേറ്റാ താമസിക്കണേ. അയാളവിടെ സ്നോയൊക്കെ നിക്കണ്ടേ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത്രേ ഉള്ളൂ. പിന്നെ ബാത്റൂം ഉണ്ട്. അങ്ങനെ നല്ല വീട്. ഇഷ്ടായോ വീട്? സൂപ്പറാണോ? നമ്മൾ ഈ വീട് ഒരു സെപ്റ്റംബറിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അത് മതി, കുഴപ്പമില്ല. സെപ്റ്റംബറിലാണ് ബുക്ക് ചെയ്തത്. കാരണം ഡിസംബറിനോടൊക്കെ അടുത്ത് വരുമ്പം ഇതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചാൾ മുന്നേ ബുക്ക് ചെയ്യാൻ. എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ കുക്ക് ചെയ്യാൻ പോകുന്നത്? യെസ്, നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യാൻ പോവാണ്. നൂഡിൽസും കോഫിയും. ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. എടേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോറിൽ വീഴും. അങ്ങനെ ചെയ്യല്ലേ മാത്തു. ഇന്നു വണ്ടിക്ക് പോറിൽ വീഴും കുട്ടാ. അതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പോർത്തില്ലേ? ഓ, എന്തൊക്കെ പെടാപ്പാട് കേട്ടാലോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണേ. അയ്യോ, ഇതും കൂടെ എന്ന് വെച്ചേ എൻ്റെ ഈ ബാഗിനൊക്കെ മുഴുവൻ സ്നോയോ. അകത്തേക്ക് വെച്ചേ. ഇത് കണ്ടോ, ഇതാണ് ഹാൻഡ് വാർമർ. ഞാൻ എൻ്റെ ജാക്കറ്റിൻ്റെ അകത്ത് വെച്ചേക്കുക. അപ്പോൾ
നല്ല തണുപ്പുണ്ട് പക്ഷെ. എന്തിനാ കരയുന്നേ? ഓ മൈ ഗോഡ്. ബാ കയറി പോവാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. സാന്റാക്ലോസ് വില്ലേജിലേക്കുള്ള വഴിയിലുള്ള ലൈറ്റുകളൊക്കെ കാണാൻ റെഡും അതേപോലെ തന്നെ വൈറ്റും. ആ അതേ കാണുന്നതാണ് സാന്റാക്ലോസ് വില്ലേജ്. നോക്കൂ, അവിടെ നോക്കൂ. ഡ്രീം ഡെസ്റ്റിനേഷൻ. ഒരു ദിവസം മുഴുവൻ നമുക്ക് കാണാനുള്ളൊരു സ്ഥലമുണ്ട് സാന്റാക്ലോസ് വില്ലേജ്. നമ്മളന്ന് ജസ്റ്റ് ചെന്ന് അവിടെ ഉച്ച ടൈം ബാക്കിയുള്ളതുകൊണ്ട് കാർ എടുത്ത് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം പറ്റുവാണെങ്കിൽ സാന്റാക്ലോസിനെ കാണാമെന്ന് വിചാരിച്ച് പുള്ളിയുടെ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഫുൾ അടിപിടി ബഹളമാണ്. പിന്നെ പിള്ളേരുള്ളപ്പം ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, എന്താണേലും അടിയും പിടിയും ഉണ്ടാവും. അത് കാരണം പിള്ളേർ തമ്മിൽ തെല്ലിങ്ങിയിരിക്കുന്നുണ്ടാവും. എന്ത് ഒന്നും കാണാൻ പറ്റില്ലേ? അതാകുമ്പോൾ ശരിക്ക് തരാം കേട്ടോ. നമ്മളിവിടെ പോയത് തന്നെ ഒരു പീക്ക് സീസണാണ്, ക്രിസ്മസിൻ്റെ സീസണിലായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഈവൻ രാത്രി 8 മണിയായിട്ട് പോലും. ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. -40 വരെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലേറ്റായിട്ട് പോയപ്പം ഞങ്ങൾ വിചാരിച്ചു സാൻഡിയൊക്കെ പോയിട്ടുണ്ടാവും എന്ന്. ആ ഫോട്ടോ എടുക്കൊന്നും തിരക്കില്ലല്ലോ. എന്താ പറ്റി? ഞാൻ പറഞ്ഞില്ലേ മറ്റേ പാൻറ് ഇടാം. ഇന്ന് പാൻറ്റൊന്നും ആരും കാണത്തില്ല. കണ്ടാലുണ്ടല്ലോ. ഇനി വന്നാൽ നാളെ വരാം. നാളെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ വരട്ടെ. ഞാൻ പറഞ്ഞതാണ്. എന്നാൽ നമുക്ക് തിരിച്ചാ നാളെ വന്നിട്ട് 3 മണിക്കൂർ ക്യൂ നിൽക്കാം. നാളെ 3 മണിക്കൂർ ക്യൂ നിൽക്കാം. അതെ. എന്താ മാത്തൂന്റെ പ്രോബ്ലം ഇപ്പൊ കാണാൻ പറ്റണ്ടോ? എന്തുള്ളതാണോ സാന്റാക്ലോസ്? ഇതിന്റെ അകത്ത് സാന്റാക്ലോസ്. നമുക്ക് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടുത്തെ ക്യാമറയിലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ് ഇവിടെ. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിയുമ്പോൾ ഫോട്ടോ വിത്ത് സാൻഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതൊക്കെ കാണും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ ചെന്ന് ഈ ക്യൂവിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കാശ് കൊടുക്കണം. ഞാനിത് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖമൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയാം. എന്തായാലും നമ്മളിപ്പോൾ എങ്ങനെയുള്ള എന്ത് രസമല്ലേ സാന്റാക്ലോസ് കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടൊരു ടെഡിബെയർ പോലെ. നമുക്ക് ഫോട്ടോ മേടിക്കാം. ഈ ഒരു അതിലാട്ടോ സാന്റാക്ലോസ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ മേടിക്കണം. ഫോട്ടോ മേടിക്കില്ലേ എന്തായാലും ചേട്ടാ? ഡിന്നർ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേ ഷോപ്സും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? യമ്മിയാണോ മാത്തു? എങ്ങനെയുണ്ട്? ആണോ? എൻ്റെ സാലഡ് കഴിക്കട്ടെ. പക്ഷെ കാണാൻ നല്ല അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ്. മറ്റേ സാന്റാക്ലോസിനെ ഞങ്ങൾ കണ്ടപ്പം എടുത്ത ഫോട്ടോ നല്ല രസമല്ലേ? എന്നും ഇവർക്ക് പിള്ളേർക്കാണെങ്കിലും ഓർമ്മിക്കാനും ഒക്കെ ആയിട്ട് 2 സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിട്ടോ. കിട്ടല്ല, മേടിച്ചു. ഒരു സർട്ടിഫിക്കറ്റിന് €6 നമ്മൾ പേരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് തരും. ഫോട്ടോയ്ക്ക് ഇത് വലിയ ഫോട്ടോ ആയിട്ട് ഞങ്ങൾ മേടിച്ചത്. വലിയ ഫോട്ടോയ്ക്ക് €60, ചെറിയ ഫോട്ടോയ്ക്ക് €50. അതാണ് സാന്റാക്ലോസ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേയിലാണ് നമ്മൾ റെയിൻഡിയർ സ്ലെഡ്ജിനും അറോറ ഹണ്ടിങ്ങിനും പോയത്. അതിനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബൈ.